ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് നന്ദിത ഇൻ മുംബൈ എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയും ക്വസ്റ്റ്യൻ ആൻസേഴ്സും മനസ്സിലാക്കാം. നന്ദിത ആദ്യമായിട്ടാണ് ഗ്രാമത്തിൽ നിന്നും മുംബൈയിലേക്ക് വന്നത്. നന്ദിതയുടെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നത്. സിറ്റിയിൽ ഗ്രാമത്തെക്കാളും നല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നന്ദിത മുംബൈയിലേക്ക് വന്നത്. ഐ കെയിം ടു മുംബൈ എ മന്ത് എഗോ. ഒരു മാസം മുമ്പാണ് ഞാൻ മുംബൈയിലേക്ക് വന്നത്. നന്ദിത പറയുകയാണ്, ഐ കെയിം ടു മുംബൈ എ മന്ത് എഗോ. സിൻസ് വി കെയിം മദർ ഹാസ് ബീൻ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഞങ്ങൾ വന്നത് മുതൽ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. വി ഹാഡ് ടു കം ടു മുംബൈ ഫോർ ഹെർ ട്രീറ്റ്മെൻറ്റ്. ഞങ്ങൾ മുംബൈയിലേക്ക് വന്നത് അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. ദ ബിഗ് സിറ്റി മുംബൈ. വലിയ സിറ്റി മുംബൈ. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റലാണ് മുംബൈ. ഐ ഹാവ് സ്ലോലി ഗോട്ട് യൂസ്ഡ് ടു ദ സിറ്റി. ഞാൻ മെല്ലെ മെല്ലെ സിറ്റിയിലെ ജീവിത രീതിയൊക്കെ മനസ്സിലാക്കി തുടങ്ങി. നന്ദിത പറയുകയാണ്, ഞാൻ മെല്ലെ മെല്ലെ സിറ്റിയിലെ ജീവിതവുമായി പൊരുത്തപ്പെട്ടു തുടങ്ങി. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വെൻ മദർ ആൻഡ് ഐ ഗോട്ട് ഓഫ് ദ ട്രെയിൻ അറ്റ് ദ മുംബൈ സ്റ്റേഷൻ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാനും അമ്മയും ട്രെയിനിൽ ഇറങ്ങിയത്, സ്റ്റേഷനിൽ ഇറങ്ങിയത്, മുംബൈ സ്റ്റേഷനിൽ ഇറങ്ങിയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇറ്റ് വാസ് സോ ക്രൗഡഡ്. വളരെയധികം തിരക്കായിരുന്നു. ക്രൗഡഡ് എന്ന് പറഞ്ഞാൽ ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്നു. സ്റ്റേഷനിൽ വളരെയധികം തിരക്കായിരുന്നു. ഐ ക്വിക്ക്ലി കോട്ട് ഹോൾഡ് ഓഫ് മദേഴ്സ് ഹാൻഡ്. ഞാൻ പെട്ടെന്ന് തന്നെ അമ്മയുടെ കൈക്ക് പിടിച്ചു. ഐ വാസ് തിങ്കിങ് അബൌട്ട് ഹൗ മാമ വുഡ് ഫൈൻഡ് അസ് ഇൻ ദ ക്രൗഡ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, എങ്ങനെയാണ് മാമ ഞങ്ങളെ ഈ ക്രൗഡിൽ നിന്ന് കണ്ടുപിടിക്കുക. മാമ എന്ന് പറഞ്ഞാൽ മദറിൻ്റെ ബ്രദർ, അമ്മയുടെ സഹോദരൻ. മാമ എങ്ങനെയാണ് ഈ ക്രൗഡ് എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടം, ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് ഞങ്ങളെ എങ്ങനെയാണ് മാമ കണ്ടുപിടിക്കുക എന്ന് ഞാൻ ചിന്തിച്ചു. ജസ്റ്റ് ദെൻ ഐ ഹേർഡ് സമൺ കോളിംഗ് ലൗഡ്ലി ഫ്രം ബിഹൈൻഡ്. നന്ദിത, നന്ദിത. അപ്പോൾ തന്നെ ഞാൻ കേട്ടു, ആരോ പുറകിൽ നിന്ന് ഉച്ചത്തിൽ വിളിക്കുന്നുണ്ടായിരുന്നു, നന്ദിത, നന്ദിത. ഐ ടേൺ ബാക്ക് ആൻഡ് ദർ വാസ് മാമ. ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു. പിന്നിലേക്ക് തിരിഞ്ഞപ്പോൾ അവിടെ അങ്കിൾ ഉണ്ടായിരുന്നു. We left the station and were soon on our way to Mama's house. ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് വേഗം തന്നെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോയി. But again it was so crowded everywhere. പക്ഷേ എല്ലായിടത്തും ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്നു. There were many huts lined all along the narrow street. നാരോ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ തെരുവ്. ഈ ഇടുങ്ങിയ തെരുവിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഒരുപാട് ഹട്ട്സ്, കുടിലുകൾ ലൈനായിട്ട് ഉണ്ടായിരുന്നു. വി വെൻറ്റ് ത്രൂ ദ സ്ട്രീറ്റ് ടു റീച്ച് മാമാസ് ഹൗസ്. ഞങ്ങൾ ഈ സ്ട്രീറ്റിലൂടെ മാമയുടെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോയി. നന്ദിതയും നന്ദിതയുടെ അമ്മയും ഈ ഇടുങ്ങിയ തെരുവിലൂടെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോയി. ഈ തെരുവിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് കുടിലുകളുണ്ടായിരുന്നു, ധാരാളം ഹട്ട്സ് ഉണ്ടായിരുന്നു. മാമ, മാമി, their 2 daughters and a son all live in one room. അങ്കിളും ആൻറ്റിയും അവരുടെ 2 പെൺമക്കളും ഒരു ആൺകുട്ടിയും എല്ലാവരും ഒരു റൂമിലാണ് താമസിക്കുന്നത്. Now I too live here with them. ഇനി ഞാനും അവരുടെ കൂടെ അവിടെ താമസിക്കും. It is here that we sit, sleep, cook and wash all in one room. ഈ ഒരൊറ്റ റൂമിലാണ് ഞങ്ങൾ ഇരിക്കുന്നതും കിടക്കുന്നതും കുക്ക് ചെയ്യുന്നതും വാഷ് ചെയ്യുന്നതും എല്ലാം. നന്ദിതയുടെ അങ്കിളിൻ്റെ വീട്ടിൽ ഒരൊറ്റ റൂം മാത്രമേ ഉള്ളൂ. ഈ ഒരൊറ്റ റൂമിലാണ് അവർ ഇരിക്കുന്നതും കിടക്കുന്നതും കുക്ക് ചെയ്യുന്നതും വാഷ് ചെയ്യുന്നതും എല്ലാം. ഇനി നന്ദിതയും അവിടെ അവരോടൊപ്പം താമസിക്കാൻ പോവുകയാണ്. ഇനി നന്ദിത എന്താണ് പറയുന്നത്? മൈ ഹൗസ് ഇൻ ദ വില്ലേജ് ഓൾസോ ഹാസ് ഓൺലി 1 room. എൻ്റെ വില്ലേജിലുള്ള വീട്ടിലും ഒരൊറ്റ റൂം മാത്രമേ ഉള്ളൂ. ബട്ട് വി ഹാവ് സെപ്പറേറ്റ് പ്ലേസസ് ഫോർ കുക്കിംഗ് ആൻഡ് ഫോർ ബാത്തിങ്. പക്ഷേ ഞങ്ങൾക്ക് കുക്ക് ചെയ്യാനും കുളിക്കാനും എല്ലാം സെപ്പറേറ്റ് പ്ലേസസ് ഉണ്ട്. വി ഓൾസോ ഹാവ് എ കോർട്ട്യാർഡ് ഔട്ട്സൈഡ്. ഞങ്ങൾക്കൊരു മുറ്റവുമുണ്ട്, വീടിനടുത്തായിട്ടൊരു മുറ്റവുമുണ്ട്. വാട്ടർ, വാട്ടർ. മാമി, സീമ ആൻഡ് ഐ ഗെറ്റ് അപ്പ് അറ്റ് 4 o'clock every morning ആൻഡ് ഗോ ടു ദ പബ്ലിക് ടാപ്പ് ടു ഫിൽ വാട്ടർ. ആൻറ്റിയും സീമ അങ്കിളിൻ്റെ മകളാണ്. സീമയും ആൻഡ് ഐ ഗെറ്റ് അപ്പ് അറ്റ് 4 o'clock. ഞങ്ങൾ 4 മണിക്ക് എഴുന്നേൽക്കും. എന്നിട്ട് ഗോ ടു ദ പബ്ലിക് ടാപ്പ് ടു ഫിൽ വാട്ടർ. പബ്ലിക് ടാപ്പിൽ നിന്ന് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് പോകും. ഓ നോ, യു വോണ്ട് ബിലീവ് ഹൗ മെനി ഫൈറ്റ്സ് ദെർ ആർ ഫോർ വാട്ടർ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല, അവിടെ വെള്ളത്തിന് വേണ്ടിയിട്ട് എത്ര വഴക്കാണ് നടക്കുന്നതെന്ന് അറിയാമോ? If we are just a little late,
then we are not able to fill water for the day. ഞങ്ങൾ കുറച്ച് വൈകി പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ ദിവസത്തേക്കുള്ള വെള്ളം നിറയ്ക്കാനായിട്ട് കഴിയില്ല. There is no tap in our house in the village too. ഞങ്ങളുടെ വില്ലേജിലുള്ള വീട്ടിലും ടാപ്പില്ല, പൈപ്പ് ഇല്ല. The pond in the village has water. വില്ലേജിലുള്ള കുളത്തിൽ വെള്ളമുണ്ട്. It takes 20 minutes to walk to it. അവിടേക്ക് പോകണമെങ്കിൽ 20 minutes വാക്ക് ചെയ്യണം, നടന്നിട്ട് പോകണം. 20 മിനിറ്റ് നടന്നിട്ട് പോയിട്ട് വേണം കുളത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ. In summer, sometimes the water in the pond dries up. വേനൽക്കാലത്ത് ഈ കുളത്തിലുള്ള വെള്ളം വറ്റിപ്പോകും. Then we have to walk for almost 1 hour to the river to get water. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് 1 മണിക്കൂറോളം നടക്കണം റിവറിൻ്റെ അടുത്തേക്ക്, ഒരു നദിയുടെ അടുത്തേക്ക് നടക്കണം വെള്ളം കിട്ടണമെങ്കിൽ. ബട്ട് ഇൻ ദ വില്ലേജ് ദർ വർ നോ ഫൈറ്റ്സ് ഫോർ വാട്ടർ. പക്ഷേ വില്ലേജിൽ വെള്ളത്തിന് വേണ്ടിയിട്ട് വഴക്കൊന്നും ഉണ്ടാകാറില്ല. ഇവിടെ കണ്ട മുംബൈയിൽ വെള്ളത്തിന് വേണ്ടിയിട്ട് ആളുകൾ വഴക്കുണ്ടാക്കുകയാണ്. In the street where Mama lives, there is a toilet at one end. അങ്കിൾ താമസിക്കുന്ന സ്ട്രീറ്റിൻ്റെ ഒരൊറ്റ ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ. Everyone in the street uses that toilet. ആ സ്ട്രീറ്റിലുള്ള എല്ലാവരും ആ ടോയ്ലറ്റാണ് യൂസ് ചെയ്യുന്നത്. It is always very dirty. ആ ടോയ്ലറ്റ് എപ്പോഴും വൃത്തികേടായിരിക്കും. And smells so bad. എപ്പോഴും ദുർഗന്ധമുണ്ടാവുകയും ചെയ്യും അവിടെ നിന്ന്. At first it used to make me want to vomit. ആദ്യമൊക്കെ എനിക്ക് ഛർദ്ദിക്കാൻ വരുമായിരുന്നു. At times there is no water. ചില സമയത്ത് വെള്ളവും ഉണ്ടാകാറില്ല. We have to take water with us. ഞങ്ങൾ വെള്ളം കൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. Now I am getting used to all this. ഇപ്പോൾ എനിക്ക് ഇതെല്ലാം പരിചയമായി. In the village, people go to the open places or fields for toilet. ഗ്രാമത്തിലെ ആളുകൾ ഓപ്പൺ പ്ലേസസിലാണ് ടോയ്ലറ്റ് ആവശ്യത്തിനായിട്ട് പോകുന്നത്. പറമ്പിലും വയലിലുമൊക്കെയാണ് ടോയ്ലറ്റ് ആവശ്യത്തിനായിട്ട് പോകുന്നത്. The men and women go to different places. സ്ത്രീകൾക്ക് വേറെ സ്ഥലവും പുരുഷന്മാർക്ക് വേറെ സ്ഥലവുമാണ് ഉള്ളത്. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. Why did Nandita have to bring her mother from the village to Mumbai? നന്ദിത വില്ലേജിൽ നിന്ന് അമ്മയെ മുംബൈയിലേക്ക് കൊണ്ടുവന്നത് എന്തിനായിരുന്നു? Nandita had to bring her mother from the village to Mumbai for her treatment. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്മയെ നന്ദിത ഗ്രാമത്തിൽ നിന്ന് മുംബൈയിലേക്ക് കൊണ്ടുവന്നത്. Nandita used to feel like vomiting when at first she had to use the toilet where Mama lived. Why? ആദ്യം ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പോയപ്പോൾ നന്ദിതയ്ക്ക് ഛർദ്ദിക്കാൻ വന്നു. എന്തുകൊണ്ടായിരുന്നു? At first, Nandita would feel like vomiting when she had used the toilet where Mama lived because the toilet was very dirty and smelled very bad. അടുത്ത ക്വസ്റ്റ്യൻ. In what ways did Nandita find her mama's house to be different from her house in the village? നന്ദിതയുടെ മാമൻ്റെ വീടും വില്ലേജിലെ നന്ദിതയുടെ വീടും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? Nandita's mama's house had only one room in which they would sit, sleep, cook, wash and eat, while Nandita's house in the village had separate places for cooking and bathing. There was also a courtyard outside her house. What differences did Nandita find between getting water from the public tap and in the village? For getting water from the public tap, Nandita had to get up at 4 o'clock and stand in a queue. There were many fights for water at the public tap. However, in the village, there were no fights for water due to the presence of rivers and ponds from where people could take plenty of water. Was there electricity at the place where Nandita's mama lived? Guess. Yes, there was electricity at the place where Nandita's mama lived because he lived in Mumbai, which is a big city. Learning new things. Every day I go to the hospital by bus to see my mother. എല്ലാ ദിവസവും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു. ബസ്സിലായിരുന്നു പോയിരുന്നത്. അമ്മയെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഞാൻ ഹോസ്പിറ്റലിലേക്ക് ബസ്സിൽ പോകുമായിരുന്നു. At first I was too scared to get into such crowded buses. ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു. ഇത്രയ്ക്കും തിരക്കേറിയ ബസ്സിൽ യാത്ര ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു. I was not at all used to it. എനിക്കതൊന്നും പരിചയമില്ലായിരുന്നു.
നന്ദിത പറയുകയാണ്, നന്ദിതയ്ക്ക് ഇങ്ങനെ തിരക്കേറിയ ബസ്സിൽ യാത്ര ചെയ്തിട്ട് പരിചയമില്ലായിരുന്നു. ഐ വാസ് എഫ്രെയ്ഡ്, ഞാൻ പേടിച്ചു. ബട്ട് നൗ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്, പക്ഷേ ഇപ്പോൾ അതുപോലെയല്ല. ഐ നോ ഹൗ ടു സ്റ്റാൻഡ് ഇൻ ലൈൻ, എങ്ങനെയാണ് ലൈനായിട്ട് നിൽക്കേണ്ടത്. ഹൗ മച്ച് ടു പേ ഫോർ ദ ടിക്കറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത്. വേർഡ് ടു ഗെറ്റ് ഡൗൺ, എവിടെയാണ് ഇറങ്ങേണ്ടത് എന്നൊക്കെ എനിക്കിപ്പോൾ പരിചയമായി. ആദ്യമൊക്കെ നന്ദിതയ്ക്ക് തിരക്കേറിയ ബസ്സിൽ യാത്ര ചെയ്യാനും പേടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾക്ക് അതൊക്കെ അറിയാം. എങ്ങനെയാണ് ബസ്സിൽ യാത്ര ചെയ്യേണ്ടത്, ടിക്കറ്റ് എടുക്കേണ്ടത് എങ്ങനെയാണ്, എവിടെയാണ് ഇറങ്ങേണ്ടത് എന്നൊക്കെ അവൾക്കിപ്പോൾ അറിയാം. വേർ വി സ്റ്റേ ദർ ഈസ് എ ടോൾ ബിൽഡിംഗ് നിയർ ബൈ, ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. മൈ മാമി വർക്ക്സ് ഇൻ 7 ഹൗസസ് ദർ, എൻ്റെ ആൻറ്റി അവിടെ 7 വീടുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഷീ വാഷസ് യുട്ടൻസിൽസ് ആൻഡ് ക്ലീൻസ് ദ ഹൗസസ്, എൻ്റെ ആൻറ്റി അവിടുത്തെ പാത്രങ്ങൾ കഴുകുകയും വീട് വൃത്തിയാക്കുകയും ചെയ്യുന്നു. വൺ ഡേ ഐ വെൻറ്റ് ദർ വിത്ത് ഹർ, ഒരു ദിവസം ഞാൻ ആൻറ്റിയുടെ കൂടെ അവിടേക്ക് പോയി. ഐ ഫസ്റ്റ് സോ ദ ബിൽഡിംഗ്, ഐ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് വൺ ബിഗ് ഹൗസ്. ഞാൻ ആദ്യമായിട്ട് ആ ബിൽഡിംഗ് കണ്ടപ്പോൾ വിചാരിച്ചു അത് വലിയൊരു വീടാണെന്ന്. ബട്ട് ഐ ഫൗണ്ട് ദാറ്റ് ദർ വർ മെനി ഹൗസസ്. പക്ഷേ എനിക്ക് മനസ്സിലായി അതൊരൊറ്റ വീടല്ല, ഒരുപാട് വീടുകളാണ്. വൺ ഓൺ ടോപ്പ് ഓഫ് അനദർ, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വീടുകളുണ്ടായിരുന്നു. ഐ വാസ് വണ്ടറിങ് ഹൗ ഐ വുഡ് ക്ലൈംബ് സോ മെനി സ്റ്റെയർസ്, ഞാൻ അതിശയപ്പെട്ടു എങ്ങനെയാണ് ഞാൻ ഇത്രയധികം സ്റ്റെപ്പുകൾ കയറുന്നത്. ബട്ട് ദർ വാസ് എ ലിഫ്റ്റ് ടു ടേക്ക് പീപ്പിൾ അപ്പ് ആൻഡ് ഡൗൺ, പക്ഷെ അവിടെ ഒരു ലിഫ്റ്റ് ഉണ്ടായിരുന്നു. ആളുകളെ മുകളിലേക്ക് കൊണ്ടുപോകാനും താഴോട്ട് കൊണ്ടുവരാനും ലിഫ്റ്റ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് എ ബിഗ് അയൺ കേജ് വിത്ത് ഫാൻ ആൻഡ് ലൈറ്റ് ആൻഡ് ഈവൺ എ ബെൽ. അതൊരു വലിയ അയൺ കേജ്, ഇരുമ്പിൻ്റെ കൂട് പോലെയായിരുന്നു. അതിനകത്ത് ഫാനും ലൈറ്റും ബെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. സോ മെനി ഓഫ് അസ് ഗോട്ട് ഇൻ ടു ദ ലിഫ്റ്റ്, ഞങ്ങൾ ഒരുപാട് പേര് ലിഫ്റ്റിനകത്ത് കയറി. സംബഡി പ്രസ് ദ ബട്ടൺ ആൻഡ് ലിഫ്റ്റ് വെൻറ്റ് അപ്പ് ക്വിക്ക്ലി, ആരോ ബട്ടൺ പ്രസ് ചെയ്തു, അപ്പോൾ ലിഫ്റ്റ് പെട്ടെന്ന് മുകളിലോട്ട് പോയി. ടു ടെൽ യു ദ ട്രൂത്ത് ഐ വാസ് വെരി സ്കെയർഡ് ഇൻ ദ ബിഗിനിങ്, നിങ്ങളോട് സത്യം പറയാൻ ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു. ആദ്യമായിട്ട് ലിഫ്റ്റിൽ കയറാൻ നന്ദിത പേടിച്ചു. ലെറ്റ് us ടോക്ക്. ഡു യു നോ എനിവൺ ഹു വാസ് അഡ്മിറ്റഡ് ടു എ ഹോസ്പിറ്റൽ? ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതായിട്ട് നിങ്ങൾക്കറിയാമോ? ഉണ്ടെങ്കിൽ അവരുടെ പേര് എഴുതുക. അങ്കിൾ ആണെങ്കിൽ അങ്കിൾ എന്ന് എഴുതാം, ആൻറ്റി ആണെങ്കിൽ ആൻറ്റി എന്ന് എഴുതാം, വേറെ ഏതെങ്കിലും കസിൻ ആണെങ്കിൽ അവരുടെ പേര് എഴുതുക. ഫോർ ഹൗ മെനി ഡേയ്സ് വാസ് ഹി ഓർ ഷീ ഇൻ ദ ഹോസ്പിറ്റൽ? അവർ എത്ര ദിവസമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട്? അത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതുക. ഡിഡ് യു വിസിറ്റ് ദ പേഴ്സൺ ഇൻ ദ ഹോസ്പിറ്റൽ? നിങ്ങൾ അവരെ ഹോസ്പിറ്റലിൽ കാണാൻ പോയിരുന്നോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് എഴുതുക. ഹു വാസ് ലുക്കിംഗ് ആഫ്റ്റർ ദ പേഷ്യൻ്റ് അറ്റ് ദ ഹോസ്പിറ്റൽ? പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ ആരാണ് നോക്കുന്നത്? ആരാണ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? അത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതുക. ഇവിടെ അങ്കിളിനെ ദ നേഴ്സ് ആൻഡ് മൈ ആൻറ്റി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹാവ് യു എവർ സീൻ എ ടോൾ ബിൽഡിംഗ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ടോൾ ബിൽഡിംഗ്, ഒരു വലിയ നീളമുള്ള ബിൽഡിംഗ് കണ്ടിട്ടുണ്ടോ? എവിടെയാണ് കണ്ടിട്ടുള്ളത്? കണ്ടിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് എഴുതാം. എവിടെയാണ് കണ്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ ആ പ്ലേസിൻ്റെ നെയിം എഴുതുക. ഇവിടെ എഴുതിയിരിക്കുന്നത് ഐ ഹാവ് സീൻ എ വെരി ടോൾ ബിൽഡിംഗ് ഇൻ ബാംഗ്ലൂർ എന്നാണ്. ഹൗ മെനി ഫ്ലോർസ് ഡിഡ് ദ ബിൽഡിംഗ് ഹാവ്? ആ ബിൽഡിങ്ങിൽ എത്ര നിലകളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ബിൽഡിങ്ങിൽ എത്ര നിലകളുണ്ട് അത് നിങ്ങൾ എഴുതുക. ഇവിടെ എഴുതിയിരിക്കുന്നത് ദ ബിൽഡിംഗ് ഹാസ് 25 ഫ്ലോർസ് എന്നാണ്. ഹൗ മെനി ഫ്ലോർസ് ഡിഡ് യു ക്ലൈം? എത്ര നിലകൾ നിങ്ങൾക്ക് കയറാൻ പറ്റും? അത് നിങ്ങൾ എഴുതുക. എത്ര നിലകളിലാണ് നിങ്ങൾക്ക് കയറാൻ പറ്റുന്നത് അത് നിങ്ങൾ എഴുതുക. അനദർ ഹൗസ്, മറ്റൊരു വീട്. മാമി ടുക്ക് മീ ഫസ്റ്റ് ടു ബബ്ലൂസ് ഹൗസ്. മാമി ആദ്യം എന്നെ ബബ്ലുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഹിസ് ഹൗസ് വാസ് ഓൺ ദ 12th ഫ്ലോർ. അവൻ്റെ വീട് 12th ഫ്ലോറിലായിരുന്നു. 12ാമത്തെ നിലയിലായിരുന്നു അവൻ്റെ വീട്. വാട്ട് എ ബിഗ് ഹൗസ്, എന്തൊരു വലിയ വീടാണ്. സോ മെനി റൂംസ്, ഒരുപാട് റൂംസ് ഉണ്ട്. 1 ടു സിറ്റ് ഇൻ, ഒരു റൂം ഇരിക്കാൻ. 1 ടു ഈറ്റ് ഇൻ, ഒരു റൂം ഭക്ഷണം കഴിക്കാൻ. 1 ടു സ്ലീപ്പ് ഇൻ, ഒരു റൂം ഉറങ്ങാൻ. ആൻഡ് 1 ടു കുക്ക് ഇൻ, ഒരു റൂം ഭക്ഷണം പാചകം ചെയ്യാൻ. ദെയർ ടോയ്ലറ്റ് വാസ് ഓൾസോ ഇൻ ദ ഹൗസ്. അവരുടെ ടോയ്ലറ്റും വീടിനകത്ത് തന്നെയായിരുന്നു. ഇറ്റ് ടുക്ക് മാമി എ ലോട്ട് ഓഫ് ടൈം ടു ക്ലീൻ ബബ്ലൂസ് ഹൗസ്. മാമിക്ക് ബബ്ലുവിൻ്റെ വീട് വൃത്തിയാക്കാൻ ഒരുപാട്
സമയം വേണ്ടി വരും. ബട്ട് ഷീ കുഡ് വർക്ക് ഈസിലി. പക്ഷേ അവർ ജോലികളൊക്കെ ഈസി ആയിട്ട് ചെയ്യും. ദർ വാസ് എ ടാപ്പ് ഇൻ ദ കിച്ചൺ. അവിടെ കിച്ചണിൽ ഒരു ടാപ്പ് ഉണ്ട്. ആൻഡ് വാട്ടർ ഫ്ലോഡ് ഫ്രം ഇറ്റ്. അതിലൂടെ വെള്ളം ഒഴുകി വരും. ബബ്ലു പുട്ട് എ ബക്കറ്റ് അണ്ടർ ദ ടാപ്പ് ടു ഫിൽ വാട്ടർ ഫോർ ഹിസ് ബാത്ത്. ബബ്ലു കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നിറയ്ക്കാൻ ബക്കറ്റ് ടാപ്പിനടിയിൽ വെച്ചു. ദെൻ ഹി സാറ്റ് ഡൗൺ ടു വാച്ച് TV. എന്നിട്ട് അവൻ TV കാണാൻ പോയിരുന്നു. സോ മച്ച് വാട്ടർ വാസ് വേസ്റ്റഡ്. ഒരുപാട് വെള്ളം വേസ്റ്റ് ആകുന്നുണ്ടായിരുന്നു. ഐ ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. എനിക്കിങ്ങനെ വെള്ളം വേസ്റ്റ് ആക്കുന്നത് ഇഷ്ടമല്ല. ഐ വെൻറ്റ് ആൻഡ് ക്ലോസ് ദ ടാപ്പ്. ഞാൻ പോയിട്ട് ടാപ്പ് ക്ലോസ് ചെയ്തു. ബബ്ലു ടാപ്പ് തുറന്നിട്ടിട്ട് TV കാണാൻ പോയി. അപ്പോൾ ബക്കറ്റ് നിറഞ്ഞ് വെള്ളം ഒഴുകുകയായിരുന്നു. അങ്ങനെ നമ്മൾ വെള്ളം വേസ്റ്റ് ആക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ടാപ്പ് ക്ലോസ് ചെയ്യണം. ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കണം. ബബ്ലൂസ് ഹൗസ് ഹാഡ് ബിഗ് ഗ്ലാസ് വിൻഡോസ്. ബബ്ലുവിൻ്റെ വീടിന് വലിയ ഗ്ലാസ് ജനാലകളാണ് ഉള്ളത്. മാമി ടോൾഡ് മീ ടു ലുക്ക് ഡൗൺ ഫ്രം ദ വിൻഡോ. മാമി എന്നോട് ജനാലയിലൂടെ താഴോട്ട് നോക്കാൻ പറഞ്ഞു. ഐ കുഡ് സീ മാമ സ്ട്രീറ്റ് ആൻഡ് ദ ഹൗസസ്. എനിക്ക് മാമൻ താമസിക്കുന്ന സ്ട്രീറ്റും അവിടെയുള്ള വീടുകളുമൊക്കെ കാണാമായിരുന്നു. ബട്ട് ഐ കുഡ് നോട്ട് മേക്ക് ഔട്ട് വിച്ച് വാസ് ഹിസ് ഹൗസ്. പക്ഷേ മാമൻ്റെ വീട് ഏതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഫ്രം അപ്പ് ദർ എവറിത്തിങ് ബിലോ ലുക്ക്ഡ് ലൈക്ക് സ്മോൾ ടോയ്സ്. അത്രയും മുകളിൽ നിന്ന് താഴെയെല്ലാം ചെറിയ കളിപ്പാട്ടങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഐ വാസ് ക്വൈറ്റ് എഫ്രൈഡ് ടു ലുക്ക് ഡൗൺ ഫ്രം സച്ച് എ ഹൈറ്റ്. അത്രയ്ക്കും ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കാൻ എനിക്ക് പേടിയായിരുന്നു. When Nandida first came to Mumbai, what were the things that she was afraid to do? നന്ദിത ആദ്യമായിട്ട് മുംബൈയിലേക്ക് വന്നപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് അവൾക്ക് പേടിയുണ്ടായിരുന്നത്? When Nandida first came to Mumbai, she was afraid of going out as it was a very crowded city. അവൾക്ക് പുറമേക്കൊക്കെ പോകാൻ പേടിയായിരുന്നു. ആൾക്കൂട്ടം നിറഞ്ഞ സിറ്റി ആയിരുന്നു. She was afraid of traveling in a crowded bus. അവൾക്ക് ക്രൗഡഡ് ബസ്സിലും തിരക്കേറിയ ബസ്സിൽ യാത്ര ചെയ്യാനും പേടിയായിരുന്നു. ആൻഡ് ട്രാവലിംഗ് ഇൻ എ ലിഫ്റ്റ്. ലിഫ്റ്റിൽ കയറാനും പേടിയായിരുന്നു. വാട്ട് വെർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഹൗസസ് വെർ മാമ ലിവ്ഡ് ആൻഡ് ദ ഹൗസസ് ഇൻ ദ ഹൈ റൈസ് ബിൽഡിങ്സ്. മാമൻ താമസിക്കുന്ന ഹൗസിൻ്റെയും ഹൈ റൈസ് ബിൽഡിങ്സിൻ്റെയും ഡിഫറൻസസ് എന്തൊക്കെയായിരുന്നു? ഹൗസസ് ഇൻ ഏരിയ വെർ മാമ ലിവ്ഡ് only one room. Toilets were outside the house. Public water tap was used for filling water. Lift was not required. Houses in a high-rise building, many rooms, toilets were inside the house itself. Separate water taps were present inside the house. Lift was present for movement from one floor to another. Discuss why there were differences. എന്തുകൊണ്ടായിരിക്കും ഇത്തരം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്? The difference is perhaps because of the financial conditions. The houses in high-raised buildings are expensive. High-raised buildingsiലുള്ള houses ഒക്കെ വില കൂടിയതാണ്. It can be said that the people who live in such expensive houses are very rich. അവിടെ താമസിക്കുന്ന ആളുകളൊക്കെ നല്ല പണക്കാരായിരിക്കും. On the other hand, houses in area where Nandida's mama lived are not expensive. നന്ദിതയുടെ മാമൻ താമസിക്കുന്ന ഏരിയയിലുള്ള വീടുകളൊക്കെ വില കൂടിയതല്ല. It can be said that due to poor financial conditions, Mama could afford such type of houses only. അവരുടെ കയ്യിൽ കാശ് കുറവായിരിക്കും. അവർ പാവപ്പെട്ടവരായിരിക്കും. അതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ പ്ലേസസിലേ താമസിക്കാൻ കഴിയുള്ളൂ. Tell about yourself. Draw a circle around the kind of house you live in. Is it like the house of? നിങ്ങൾ എങ്ങനത്തെ വീട്ടിലാണ് താമസിക്കുന്നത്? നന്ദിതയുടെ വീട് പോലെയുള്ളതാണോ? നന്ദിതയുടെ മാമൻ്റെ വീട് പോലെയുള്ള വീട്ടിലാണോ? ബബ്ലുവിൻ്റെ വീട് പോലെയുള്ള വീട്ടിലാണോ? എനി അതർ കൈൻഡ് ആണോ? ഇവയിൽ ഏത് പോലത്തെ വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത്? അത് നിങ്ങൾ സർക്കിൾ ചെയ്യുക. വേർ ഡസ് ദ വാട്ടർ കം ഫ്രം ഇൻ യുവർ ഹൗസ്. നിങ്ങളുടെ വീട്ടിലേക്ക് എവിടെ നിന്നാണ് വെള്ളം ലഭിക്കുന്നത്? ഫ്രം ടാപ്പ് ആണെങ്കിൽ ഫ്രം ടാപ്പ് എന്നെഴുതാം. കിണറിൽ നിന്നാണെങ്കിൽ ഫ്രം വെൽ എന്നെഴുതാം. ഈസ് ദർ ആൻ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇൻ യുവർ ഹൗസ്. നിങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടോ? ഹൗ മെനി ഹവേഴ്സ് ഇൻ എ ഡേ ഡു യു ഗെറ്റ് ഇലക്ട്രിസിറ്റി. നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഇലക്ട്രിസിറ്റി ലഭിക്കാറുണ്ട്? കണക്ഷൻ ഉണ്ടെങ്കിൽ യെസ് എന്ന് എഴുതാം.
വി ഗെറ്റ് 24 hours ഇലക്ട്രിസിറ്റി. ദിവസം മുഴുവൻ ലഭിക്കാറുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. വിച്ച് ഈസ് ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ ദ ഏരിയ വേർ യു ലിവ്? നിങ്ങൾ താമസിക്കുന്നതിന് അടുത്തായിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാണ്? ആ ഹോസ്പിറ്റലിൻ്റെ നെയിം എഴുതുക. ഇവിടെ എഴുതിയിരിക്കുന്നത് ബിഗ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നാണ്. ഹൗ ഫാർ ആർ ദീസ് ഫ്രം യുവർ ഹൗസ്? ഇവയൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ്? ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി എഴുതുക. ബസ് സ്റ്റോപ്പ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ്? എത്ര മിനിറ്റ് നടക്കണം? എത്ര കിലോമീറ്റർ ഉണ്ട്? അതേപോലെ സ്കൂൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ്? സ്കൂളിലേക്ക് എത്ര മിനിറ്റ് വാക്ക് ചെയ്യണം? എത്ര കിലോമീറ്റർ ആണുള്ളത്? അതേപോലെ മാർക്കറ്റ്, പോസ്റ്റ് ഓഫീസ്, ഹോസ്പിറ്റൽ ഇവയൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്നും എത്ര ദൂരെയാണെന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എഴുതുക. ഡ്രോ പിക്ചേഴ്സ് ഇൻ യുവർ നോട്ട്ബുക്ക് ഓഫ് ദ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹൗസസ് ഇൻ യുവർ ഏരിയ. നിങ്ങളുടെ ഏരിയയിലുള്ള ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹൗസസിൻ്റെ പിക്ചേഴ്സ് നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കണം. എ ന്യൂ വറി, ഒരു പുതിയ ദുഃഖം. മാമ ഹാഡ് സെഡ് ദാറ്റ് ഹി വുഡ് ടേക്ക് മീ അറൗണ്ട് ടു സീ മുംബൈ. മാമൻ എന്നോട് പറഞ്ഞിരുന്നു മുംബൈ മുഴുവൻ എന്നെ കാണിച്ചു തരാമെന്ന്. ദ ചിൽഡ്രൻ അറൗണ്ട് ഹിയർ ടോക്ക് എ ലോട്ട് അബൌട്ട് ചൗപ്പാട്ടി. ഇവിടെ ചുറ്റുപാടുമുള്ള കുട്ടികളൊക്കെ ചൗപ്പാട്ടിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ദേ സേ ദാറ്റ് ബിഗ് ഫിലിം സ്റ്റാർസ് ഓൾസോ കം ദർ. അവർ പറയുമായിരുന്നു ഒരുപാട് വലിയ ഫിലിം സ്റ്റാർസൊക്കെ ഇവിടെ വരാറുണ്ട്. മേ ബി വെൻ ഐ ഗോ ദർ ഐ മൈറ്റ് സീ എ ഫിലിം സ്റ്റാർ. ഞാൻ അവിടെ പോവുകയാണെങ്കിൽ എന്തായാലും ഒരു ഫിലിം സ്റ്റാറിനെ കാണും. ദീസ് ഡേയ്സ് മാമ ഈസ് സോ വെറീഡ്. ഈ ദിവസങ്ങളിൽ മാമൻ വളരെയധികം ദുഃഖിതനാണ്. ഐ കനോട്ട് ആസ്ക് ഹിം ടു ടേക്ക് മീ ടു ചൗപ്പാട്ടി. എന്നെ ചൗപ്പാട്ടിയിലേക്ക് കൊണ്ടുപോകാൻ മാമനോട് പറയാൻ എനിക്ക് കഴിയില്ല. ലാസ്റ്റ് വീക്ക് സം പീപ്പിൾ ഹാഡ് കം വിത്ത് എ നോട്ടീസ് ദാറ്റ് എവ്രി വൺ ഷുഡ് മൂവ് ഔട്ട് ഓഫ് ദിസ് പ്ലേസ്. കഴിഞ്ഞ ആഴ്ച കുറച്ച് ആളുകൾ ഒരു നോട്ടീസുമായിട്ട് വന്നിരുന്നു. എല്ലാവരും ഈ സ്ഥലത്ത് നിന്നും മാറണമെന്നായിരുന്നു നോട്ടീസിൽ ഉണ്ടായിരുന്നത്. ദേ സേ എ ബിഗ് ഹോട്ടൽ വിൽ ബി ബിൽറ്റ് ദർ. അവർ പറഞ്ഞു ഒരു വലിയ ഹോട്ടൽ ഇവിടെ പണിയാൻ പോവുകയാണ്. മാമ വാസ് സെയിങ് ദാറ്റ് ദിസ് ഈസ് ദ തേർഡ് ടൈം ഇൻ ദ ലാസ്റ്റ് 10 years ദാറ്റ് ഹി ഗോട്ട് സച്ച് നോട്ടീസസ്. മാമൻ പറയുന്നുണ്ടായിരുന്നു 10 വർഷത്തിനിടയ്ക്ക് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനത്തെ നോട്ടീസ് ലഭിക്കുന്നത്. പീപ്പിൾ ഹു ലിവ് ഹിയർ ഹാവ് ബീൻ ഗിവൺ അനദർ പ്ലേസ് ടു മേക്ക് ദെയർ ഹൗസസ്. ഇവിടെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ മറ്റൊരു സ്ഥലം കൊടുക്കും, അവിടെ അവർ വീടുണ്ടാക്കണം. ബട്ട് ഇറ്റ് ഈസ് വെരി ഫാർ അവേ. പക്ഷെ വളരെ ദൂരത്തായിരിക്കും. അനദർ കോർണർ ഓഫ് ദ സിറ്റി. സിറ്റിയുടെ മറ്റൊരു കോർണറിലായിരിക്കും അവർ പ്ലേസ് കൊടുക്കുന്നത്. ദർ ഈസ് നോ ഡ്രിങ്കിങ് വാട്ടർ. അവിടെ കുടിക്കാൻ വെള്ളമുണ്ടാകില്ല. നോ ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയും ഉണ്ടാകില്ല. ഐ ഡോണ്ട് ഈവൻ നോ ഇഫ് എനി ബസ് ഗോസ് ദർ. അവിടേക്ക് ബസ് പോലും പോകുമോ എന്ന് എനിക്കറിയില്ല. ഹൗ വിൽ മാമ റീച്ച് ഹിസ് വർക്ക് പ്ലേസ് ഫ്രം സോ ഫാർ. മാമൻ എങ്ങനെ മാമൻ്റെ വർക്ക് പ്ലേസിലേക്ക് ഇത്രയും ദൂരെ നിന്ന് എത്തിച്ചേരും? ഹൗ മച്ച് മണി വിൽ ഹി ഹാവ് ടു സ്പെൻഡ്. എത്ര പൈസ മാമന് ചിലവാക്കേണ്ടി വരും? ആൻഡ് ഹൗ മച്ച് ടൈം ഓൾസോ. എത്ര സമയവും ചിലവാക്കേണ്ടി വരും? ആൻഡ് മാമി വിൽ ഷീ ഗെറ്റ് സം അതർ വർക്ക് ദർ. മാമിക്ക് അവിടെ വേറെ വർക്ക് ലഭിക്കുമോ? ഇഫ് മാമ മൂവ്സ് ടു എ ന്യൂ പ്ലേസ് ഹൗ വിൽ ഐ ബി ഏബിൾ ടു വിസിറ്റ് മൈ മദർ. മാമന് പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ അമ്മയെ കാണാൻ കഴിയും? ഹോസ്പിറ്റലിൽ വന്നിട്ട് അമ്മയെ കാണാൻ കഴിയും. മദർ ഈസ് നോട്ട് ഈവൻ കംപ്ലീറ്റ്ലി വെൽ ആസ് യെറ്റ്. അമ്മ ഇപ്പോഴും പൂർണ്ണമായിട്ടും സുഖം പ്രാപിച്ചിട്ടില്ല. ഇങ്ങനെയൊരു നോട്ടീസ് വന്നതുകൊണ്ട് അവർക്ക് പുതിയ സ്ഥലത്തേക്ക് പോകേണ്ടി വരും, താമസം മാറേണ്ടി വരും. അതിൻ്റെ ദുഃഖത്തിലാണ് അവർ. നന്ദിത പറയുകയാണ് അത്രയും ദൂരെ നിന്ന് അമ്മയെ കാണാൻ എങ്ങനെ ഇനി വരും? അമ്മയ്ക്ക് ഇപ്പോഴും അസുഖം ഭേദമായിട്ടില്ല. അടുത്തത് റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. വൈ ഡസ് മാമ ഹാവ് ടു ചേഞ്ച് ഹിസ് ഹൗസ്. എന്തുകൊണ്ടാണ് നന്ദിതയുടെ അങ്കിളിന് വീട് മാറേണ്ടി വരുന്നത്? എ ബിഗ് ഹോട്ടൽ വാസ് പ്രപ്പോസ്ഡ് ടു ബി ബിൽറ്റ് ഓൺ ദ ലാൻഡ് വേർ മാമ ഹാഡ് ഹിസ് ഹൗസ് വാസ് പ്രസൻറ്റ്. സോ ദ പീപ്പിൾ ലിവിങ് അറ്റ് ദാറ്റ് പ്ലേസ് ഹാഡ് ടു ചേഞ്ച് ദെയർ ഹൗസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ മൂവ്ഡ് ഫ്രം യുവർ ഹൗസ്. നിങ്ങൾ എപ്പോഴെങ്കിലും വീട് മാറിയിട്ടുണ്ടോ? ഇഫ് യെസ്, വൈ ഡിഡ് യു ഹാവ് ടു മൂവ്. ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് വീട് മാറിയത്, താമസം മാറിയത്? നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ എഴുതുക. ഫോർ എക്സാമ്പിൾ എങ്ങനെ എഴുതാം? യെസ്, ഐ മൂവ്ഡ് ഫ്രം മൈ ഹൗസ് ബിക്കോസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് മൈ ഫാദർ ടു അനദർ പ്ലേസ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഡു പീപ്പിൾ ഇൻ യുവർ ഫാമിലി ഹാവ് ടു ഗോ ഫാർ ഫോർ ദെയർ വർക്ക്? ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആർക്കെങ്കിലും ദൂരേക്ക് പോകേണ്ടി വരാറുണ്ടോ? വേർ ഡു ദേ ഗോ? അവരെങ്ങോട്ടാണ് പോകുന്നത്? ഹൗ ഫാർ ഡു ദേ ഹാവ് ടു ഗോ? എത്ര ദൂരം പോകാനുണ്ട്? ഇതും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ എഴുതാം, യെസ് മൈ ഫാദർ ഗോസ് ടു ഓഫീസ് ഫോർ ഹിസ് വർക്ക്. ഹിസ് ഓഫീസ് ഈസ് അബൌട്ട് 10 കിലോമീറ്റർ ഫ്രം അവർ ഹൗസ്. ഡിസ്കസ്. Is it right that Mama and others have to move because a hotel is going to be built there? അവിടെ ഒരു ഹോട്ടൽ വരുന്നത് കൊണ്ട് മാമനും അവിടെ അടുത്തുള്ളവരുമൊക്കെ അവിടെ നിന്ന് താമസം മാറുന്നത് ശരിയാണോ? If they were not the owner of the land, then it is right. അവരുടെ സ്വന്തമായിട്ടുള്ള സ്ഥലമല്ലാത്തത് കൊണ്ട് അത് ശരിയാണ്. But the government should also ensure that the poor get affordable houses. പക്ഷേ ഗവൺമെൻറ് പാവപ്പെട്ടവർക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഹൗസസ് ഒക്കെ കൊടുക്കണം. ഗവൺമെൻറ് അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസസ് നൽകുമെന്ന് ഉറപ്പ് നൽകണം. ഹൂ വിൽ ബെനിഫിറ്റ് ഫ്രം ദിസ്? ദ ഓണർ ഓഫ് ദ ലാൻഡ് ആൻഡ് ദ ഹോട്ടൽ വിൽ ബി ബെനിഫിറ്റഡ് ഫ്രം ദിസ്. ഹൂ വിൽ ഫേസ് ഡിഫിക്കൽട്ടീസ്? പീപ്പിൾ ലൈക്ക് നന്ദിതാസ് മാമ വിൽ ഫേസ് ഡിഫിക്കൽട്ടീസ്. ഡു യു നോ ഓഫ് എനി പീപ്പിൾ ഹൂ ഹാവ് ഫേസ്ഡ് പ്രോബ്ലംസ് സിമിലർ ടു നന്ദിതാസ് മാമ? നന്ദിതയുടെ മാമൻ്റെ പോലെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആരെയെങ്കിലും നിങ്ങൾക്കറിയാമോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ പറയുക. നിങ്ങൾക്കറിയാവുന്ന ആളുടെ പ്രോബ്ലംസിനെ കുറിച്ചിട്ട് നിങ്ങൾ പറയുക. എന്താണ് കാരണമെന്നും പറയുക. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ എഴുതാം, യെസ് ഐ നോ സെവറൽ പീപ്പിൾസ് ഹൂ ഹാഡ് ടു ഫേസ് സിമിലർ പ്രോബ്ലംസ് ലൈക്ക് നന്ദിതാസ് മാമ. ദേ ഹാവ് ടു മൂവ് ടു ന്യൂ പ്ലേസസ് ബിക്കോസ് ഓഫ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ന്യൂ റോഡ്. അടുത്തത്, ഡ്രോ എ പിക്ചർ ഓഫ് ഹൗസ് ഓഫ് യുവർ ചോയ്സ് ആൻഡ് കളർ ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹൗസിൻ്റെ പിക്ചർ വരയ്ക്കുക, എന്നിട്ട് കളറും കൊടുക്കുക.